പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ മോശയുടെ കാലഘട്ടത്തിലുമൊക്കെ മിശിഹായെ കുറിച്ച് പറയപ്പെട്ടുള്ള പല പ്രവചനങ്ങളും പൂർത്തിയാവുകയാണ്. അവൻ ജെറുസലേമിൽ പീഡകൾ സഹിക്കും, മരിക്കും, ഉദ്ധാനം ചെയ്യുമെന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പഴയ നിയമ പ്രവചന കാലഘട്ടം മുതലേ ഉണ്ട്. ഇതെല്ലാം പൂർത്തിയാകുന്നു എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രക്ഷാകര പദ്ധതികളെ കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കുക. എന്നിട്ട് പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ നഗരത്തിൽ തന്നെ വസിക്കുവിനെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്ന ഈശോ മിശിഹാ പരിശുദ്ധാത്മാവിനെ ഈ ശിഷ്യഗണത്തിന് ലഭിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നുണ്ട്. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതികൾ, പീഡാനുഭവം, മരണം, ഉദ്ധാനം, തുടർന്ന് പരിശുദ്ധ റൂഹായ നൽകുന്ന ഈ വലിയ പ്രപഞ്ച സത്യങ്ങളെ ഇവയെ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ രക്ഷാകര പദ്ധതിയിൽ ധ്യാനം വിധേയമാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് രക്ഷയ്ക്കും കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളുടെ ധ്യാനകാലമായി ഈ നോമ്പുകാലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിൻ വഴിയേ നടക്ക